Hey guys, welcome back to Purple Glimpse. കുറേ കാലത്തിന് ശേഷം വി ആർ ബാക്ക് ഓൺ ഡെസ്ക് ആൻഡ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നൊട്ട് നമ്മൾക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇന്ന് ഐ എം ഗോയിങ് ടു ജോയിൻ സൈലം ട്യൂഷൻ ഫോർ +2. ബിഫോർ ദാറ്റ് എനിക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ മാസം അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നല്ല പ്രൊഡക്റ്റീവിൽ അപ്ലോഡ് ചെയ്യണം കുറേ വീഡിയോസ്, ലോങ് ആൻഡ് ഷോർട്ട്. അതാകുമ്പോൾ അടുത്ത മാസം എനിക്ക് ഐ ക്യാൻ ടേക്ക് ഇറ്റ് എ ബിറ്റ് സ്ലോവർ ആൻഡ് ഫോക്കസ് ഓൺ സ്കൂൾ. ആൻഡ് അടുത്ത കൊല്ലം കൂടിയല്ലേ സ്കൂളിൽ പോകണ്ടുള്ളൂ, അത് കഴിഞ്ഞാൽ കോളേജ്. പിന്നെ ഞാൻ പലപ്പോഴുമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ +1 ലൈഫ് എന്ന് വെച്ചാൽ വളരെയധികം 3G കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. സോ എനിക്ക് +2 കുറച്ചുകൂടി നല്ലോണം എൻജോയ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് ഓൾസോ +1 എന്ന് പറയുമ്പം എന്താ എൻ്റെ ലൈക്ക് അക്കാഡമിക്കലി ഐ വാസൻ ഡൂയിങ് ദാറ്റ് ഗ്രേറ്റ്, ലൈക്ക് ഐ വാസൻ ഇൻ മൈ പ്രൈം. സോ ഈ വർഷം അക്കാഡമിക്കലി ഐ വാണ്ട് ഡു ബെറ്റർ. ലൈക്ക് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഇയർ ഇൻ സ്കൂൾ, സോ ഐ വാണ്ട് പുട്ട് ഇൻ മൈ ബെസ്റ്റ് എഫോർട്ട് ഔട്ട് ദെയർ. നൗ വാട്ട് വി ആർ ഗോണ ഡു ഇസ് യൂട്യൂബിലെ വീഡിയോസിന് വേണ്ടി എനിക്ക് കുറച്ച് പ്ലാനിങ് ചെയ്യാനുണ്ട്. ആൻഡ് ഇതെൻ്റെ ജേർണലാണ്. സോ ജനറലി എനിക്ക് കുറച്ച് പ്ലാനിങ് ചെയ്യാനുണ്ട്, എൻ്റെ റീഡിഫൈനിങ് തിങ്സ്. പിന്നെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട്, ഒന്ന് സ്കെഡ്യൂൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കും നമുക്ക് വിചാരിക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ വരച്ച ചിത്രം, ഇത് എൻ്റെ കസിൻ്റെ ബുക്കാണ്. ബിസിനസ്സിൻ്റെ ബുക്കുണ്ട് ആൻഡ് എക്കണോമിക്സിൻ്റെ ബുക്കുണ്ട്. മാത്സും അക്കൗണ്ടൻസിയും കൂടിയാണ് ഇനി വാങ്ങാനുള്ളത്. പക്ഷെ താൽക്കാലികമായി ഇത് മതിയാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് IP മാത്സ് എന്ന് പറയുന്ന എക്സാം എഴുതണമെന്നുണ്ട് 12th കഴിഞ്ഞിട്ട്. ആൻഡ് ഈ ഒരു എക്സാം എഴുതണമെങ്കിൽ ഞാൻ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം. പക്ഷെ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എവിടെ നിന്നാ തുടങ്ങണ്ടേന്ന്. ആൻഡ് ഞാൻ നോക്കുന്ന സമയത്ത് കോച്ചിങ് ഉണ്ടല്ലോ ഓൺലൈനിൽ, ഇപ്പോൾ സൈലത്തിലും എക്സാം വിന്നറിലും ഒന്നും അവൈലബിൾ അല്ല അതിനുള്ള കോച്ചിങ് ക്ലാസ്സസ്. അതുകൊണ്ട് എന്താ കോച്ചിങ്ങിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു മംഗ്ലീഷിൽ വീഡിയോസ് അധികം അവൈലബിൾ അല്ല, കൂടുതലും ഹിന്ദിയിലാണ് കോച്ചിങ് ക്ലാസ്സസ് IPM-ന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് എല്ലാം ബോറിംഗ് ആയിട്ട് തോന്നി. സോ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും മുടി വെട്ടാം അല്ലെ മുടി കളർ അടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിൽ ഇറ്റ് ബി ബെറ്റർ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോയിരുന്നു, ലൈക്ക് മെഞ്ഞാന്നാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത്. ആ സമയത്ത് എന്തോ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ഒരു ബെറ്റർ ഫീലായി തോന്നി. ആൻഡ് ഇന്നലെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. ആൻഡ് ഐ റിയലി വോണ്ട് ഡു. എൻ്റെ 2025 ഒരു ഗോളായിരുന്നു ലൈക്ക് കൺസിസ്റ്റൻ്റ്ലി വർക്കൗട്ട് ചെയ്യണം എന്ന്. ജനുവരിയിൽ ഞാനത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരിയിൽ ബോട്ട്സ്, അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തളർച്ച ഏപ്രിലിൽ. സോ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ജിമ്മിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. Actually, to be very honest, it's not only about health or just going there for the aesthetics. It was like എനിക്ക് എന്തോ പെട്ടെന്ന് സോഷ്യലൈസിങ്ങിനും പിന്നെ കൂടുതൽ പുതിയ എൻവയോൺമെൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പേടി പോലെ തോന്നി. സോ എനിക്ക് ലൈക്ക് ഗോയിങ് ദെയർ ഡെയിലി ഒരു മനസ്സിലായ ഉദ്ദേശിച്ച. പിന്നെ മൈ ഡെസ്ക് യൂസ് ടു ബി റിയലി എസ്തറ്റിക് റൈറ്റ്. ഇവിടെ ഇങ്ങനെ കുറേ ഡെക്കറേഷനും പിന്നെ പോസ്റ്റ് കാർഡ്സും എല്ലാം ഇല്ലേനു. ഇവിടെ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിരുന്നു എക്സാം കഴിഞ്ഞ സമയത്ത്. ആൻഡ് ഡെസ്ക് ഈ ഒരു സൈഡിലല്ലായിരുന്നു, ആ ഒരു സൈഡിലായിരുന്നു ഉള്ളത്. അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ആൻഡ് റൂം മൊത്തം ഞാൻ റീഓർഗനൈസ് ചെയ്തു. പുതിയ കർട്ടൻ വാങ്ങി, പിന്നെ ഒരു ബെഡ് സൈഡ് ടേബിൾ വാങ്ങി, പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സ് പോലത്തെ സാധനം വാങ്ങി. ഇതൊക്കെ എനിക്ക് കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വരുന്ന സമയത്ത് എൻ്റെ പൈസയ്ക്ക് തന്നെ വാങ്ങണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ആൻഡ് ലൈക്ക് മാർച്ചിലും ഫെബ്രുവരിയിലൊക്കെ ഞാൻ എക്സാമിൻ്റെ കൂടെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് എനിക്കിതൊക്കെ വാങ്ങാൻ പറ്റി. ആൻഡ് ഐ എം റിയലി റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഇറ്റ് മൈറ്റ് സീം ലൈക്ക് എ വെരി സ്മോൾ തിങ്, പക്ഷെ എനിക്ക് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്.
പിന്നെ ഞാൻ കുറച്ച് ക്ലോത്ത്സ് വാങ്ങി. ആൻഡ് ഇപ്പം ജിമ്മിൽ പോയതിന് തന്നെ എനിക്ക് ഐ കുഡ് ഫണ്ട് ഇറ്റ്. അതാണ് ഒരു റീസൺ വൈ ഞാനിങ്ങനെ ജിമ്മിൽ പോകുന്നത് ഞാൻ മുന്നോട്ടേക്ക് വെച്ച, കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ലേനും. സോ ഐ ആം ഹിയർ ടു ഒഫീഷ്യലി അനൗൺസ് ദാറ്റ് ഐ ആം ബ്രോക്ക് അഗൈൻ. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് കാരണം ഉണ്ടല്ലോ, ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് തിങ്, ബട്ട് ഐ കുഡ് ഡൂ ഇറ്റ്. ലൈക്ക് എൻ്റെ you know to be able to buy things of your own money without having to ask for anyone. You have the money and you can spend it, like as long as it doesn't harm yourself or anybody else. Like you do the things that makes you happy without having to explain. And even if that money okka theernu poyalum at the end of the day, you think like you did the things that you like. Okay, this is the avastha of my desk right now, and I want to make it aesthetic again with all the posters and മറ്റേ ലൈറ്റില്ലേ, ഫെയറി ലൈറ്റും. പിന്നെ പക്ഷെ ഞാനിപ്പോൾ എടുത്ത പോർഷൻസ് ഒക്കെ ഇല്ലേ ഈ വീഡിയോൻ്റെ, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കാണാമെന്ന്. കാരണം ഞാൻ കൂടുതലും എല്ലാം ലാസ്റ്റിലേക്ക് വെക്കുകയാണ് ചെയ്യുക. സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിൽ. എൻ്റെ വേറൊരു ഗോൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു പുതിയ കണ്ണട വാങ്ങണമെന്നുണ്ട്, കാരണം ഇത് പൊട്ടിപ്പോയി. ആൻഡ് ഇപ്പോൾ മോർ ദാൻ 1 year ആയിട്ട് ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് റിയലി സ്പെഷ്യൽ ടു മീ. പക്ഷേ വി ഹാവ് ടു ബൈ. ആൻഡ് കണ്ണട, അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണട വെക്കില്ല. ഞാനിപ്പോൾ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. And this chapter is the introduction of microeconomics. ഇപ്പോൾ ആപ്പിൾ ഈ ചാപ്റ്ററിൻ്റെ 2 പാർട്ട് ക്ലാസ്സാണ് വന്നത്. രണ്ടും ഇന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും ക്ലാസ്സസ് 8ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 23ാം തീയതി ആണെന്ന് തോന്നുന്നു ശരിക്കും ചാപ്റ്റേഴ്സ് എടുക്കാൻ തുടങ്ങി. അതിന് മുന്നേ ബേസിക്സ് ആണെന്ന് തോന്നുന്നു എടുത്തത്. ആൻഡ് ഇപ്പോൾ എക്കണോമിക്സിൽ 2 പാർട്ട് അപ്ലോഡാണ്. പിന്നെ എല്ലാത്തിലും 2 വെച്ചിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതൊക്കെ കവർ ചെയ്തെടുക്കണം, എന്നാലേ കറക്റ്റ് ഒരു ഓർഡറിൽ പോകാൻ പറ്റൂ. Literally praying this academic year to go easy on me, or maybe at least not the worst.